സ്വാഗതം പ്രിയരെ, സായാഹ്ന ടാരോ റീഡിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ടാരോ അധ്യാപകനും ടാരോ റീഡറുമായ പ്രദീപ്. ഇന്ന് ഞാൻ ടാരോയോട് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യം, എനിക്ക് എങ്ങനെ എൻ്റെ ആത്മീയ യാത്ര കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്, ആത്മീയതയാണ് നമ്മൾ ചോദിച്ചത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാർഡ് എന്താണ് നിങ്ങൾക്ക് കുടുംബത്തോട് ചെയ്യാനുള്ളത്. നാലാമത്തെ കാർഡ് എന്താണ് നിങ്ങൾക്ക് സമൂഹത്തോട് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ എന്ത് എനർജിയാണ് ഞാൻ നോക്കട്ടെ. വളരെ നല്ലൊരു എനർജിയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു വ്യക്തി തൻ്റെ കയ്യിലുള്ള നാണയം വായുവിലേക്ക് വിടുന്നതാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള അറിവ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ആത്മീയതയുടെ ഒരു തുടക്കത്തേതാണ്. നമ്മളറിയുന്നത് ആത്മീയതയിലൂടെയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളോട് എന്താണ് ചെയ്യാനുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളോട് ചെയ്യേണ്ടത് 8 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡിൽ നിങ്ങൾ കണ്ടറിയാൻ പറ്റും, ഒരു വനിതയെ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കെട്ട് അത്ര മുറുക്കൊന്നുമല്ല. ഇവർ വിചാരിച്ചാൽ ഇത് പൊട്ടിക്കാനൊക്കെ പറ്റും, ഇത് ഊരാനും കഴിയും. അതായത് സ്വയം ബന്ധിച്ച് ഇട്ടിരിക്കുന്ന ഒരു വനിതേനെയാണ് കാണുന്നത്. അപ്പോൾ ഇതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് കൊണ്ടാണ് മുന്നോട്ട് പോകാത്തത്. നിങ്ങളുടെ നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. ഇത് ഊരി റിയാലിറ്റി അറിയണമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നു മുതൽ നിങ്ങളുടെ ഭയങ്ങളെ ധൈര്യത്തോട് നിങ്ങൾ അതിനെ നേരിടണം. കാരണം അതിനേക്കാളും ശക്തിയുള്ള ആളാണ് നിങ്ങൾ. കുടുംബത്തോട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾ കണ്ടറിയാൻ പറ്റും, ഏറ്റവും കൂടുതൽ സിമ്പിൾസുള്ളൊരു കാർഡാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാം, ഈ ചക്രം അതിൻ്റെ താഴെ ഇരിക്കുന്ന അനൂബിസ് എന്ന് പറയുന്നൊരു ഇതാണ്, പാതാള ദേവനാണത്. ഇവിടെ ടെംപ്റ്റേഷനായിട്ടുള്ള നമ്മുടെ ബൈബിളിൽ കാണുന്ന സ്നേക്ക് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ ബുദ്ധിശക്തിയുടെ പ്രതീകമായിട്ടുള്ള സ്പിങ്സ് ഉണ്ട്. ഇവിടെ അകത്ത് ഏഞ്ചൽ, ഈഗിൾ, പിന്നെ ലയൺ, ബുൾ, അവരെല്ലാം നമുക്ക് എന്താ പറയുക, ചിറകോട് കൂടിയിട്ടിരിക്കുന്നുണ്ട്. അവരുടെ കയ്യിലെല്ലാം സ്പിരിച്വലായിട്ടുള്ള ബുക്കുണ്ട്, ബൈബിളാണ്. അതിനർത്ഥം നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവസാനത്തേത്, നിങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുന്നതാണ്. അതായത് നീതിവാനായിരിക്കണം, നീതിപൂർവ്വമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് മിനിമം നിങ്ങൾ ഒരു വർഷത്തേക്കെങ്കിലും ഫോളോ ചെയ്യേണ്ട എനർജിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കൊടുക്കാൻ തയ്യാറായി. നിങ്ങളോട് ചെയ്യേണ്ടത് നിങ്ങളുടെ ലിമിറ്റേഷൻസ് പൊട്ടിച്ചെറിയുക, കുടുംബത്തിന് വേണ്ടി പരമാവധി മുന്നോട്ട് പോവുക. എന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും ഇതിൻ്റെ എല്ലാം മുന്നോട്ട് പോവുക, സമൂഹത്തിന് വേണ്ടി ഒരു നീതിമാനായി ജീവിക്കുക. നിങ്ങൾക്ക് ഗുഡ് നൈറ്റ് നേരുന്നു. നാളെ രാവിലെ കാണാം.